സി.ടി. പത്മനാഭന്റെ കഥകളല്ലാതെ മലയാളത്തിൽ മറ്റാരുടെയും കഥകൾ വായിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നത് കൊണ്ടാവും ഞാൻ എൻ്റെ വായനകളിലേക്ക് ചെറുകഥകൾ തേടാറില്ല. കഥകളോടുള്ള അവഗണന മാറ്റിമറിക്കാനാവും എൻ്റെ കൈകളിലേക്ക് എത്തിയത് ആരാണെന്നല്ലേ? ബഷീർ താഴ്ത്തയിലിന്റെ കഥ എഴുതുന്ന പെൺകുട്ടി എൻ്റെ ഒരു സുഹൃത്ത് സമ്മാനിച്ചതാണ്. എൻ്റെ ഈ ചെറുകഥാ വിരോധം അറിയുന്നത് കൊണ്ടാവും അദ്ദേഹം ഒരപേക്ഷയും. ഒന്ന് വായിച്ചു നോക്കൂ. വായിച്ചപ്പോഴല്ലേ കവിത വായനയോടെ ഏറെ താല്പര്യമുള്ള എനിക്ക് കവിത വായിക്കും പോലെ മനോഹരമായി വായിച്ചു പോകാൻ കഴിഞ്ഞ 12 കഥകളുടെ സമാഹാരമാണിതെന്ന് മനസ്സിലായത്. വിശാലമായ ആകാശത്തിന് ചുവട്ടിലിരുന്ന് വിസ്മയത്തിന്റെ പൂക്കൾ വിതറി അതിന്റെ സുഗന്ധങ്ങളും വർണ്ണങ്ങളും നമ്മുടെ കണ്ണിനും കരളിനും പുതിയൊരു അനുഭൂതി പകരുകയാണ് ഈ കഥാകൃത്ത്. നടന്ന വഴികളും കണ്ട കാഴ്ചകളും അനുഭവിച്ചറിഞ്ഞ ജീവിതത്തിന്റെ ഗതിവിഗതികളും ചിലപ്പോഴൊക്കെ കണ്ണുനീരിലാഴ്ത്തും. അസ്തിത്വ ദുഃഖത്തിന്റെ ചിതറുന്ന ചിന്തകളിലേക്കും പിന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും നമ്മെ നയിക്കും. നിത്യജീവിതത്തിലെ സാധാരണ സംഭവങ്ങളെ അല്ലെങ്കിൽ അവസ്ഥകളെ തികച്ചും വ്യത്യസ്തമായ ശൈലിയിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഓരോ കഥയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി പടർന്നു പന്തലിക്കുമെന്നും ഈ കഥകൾ പറയുന്നു. അപൂർണമായ എന്തോ ഒന്നിന്റെ തേടലാണ് ഓരോ കഥയും. ആദ്യ കഥയായ സ്മൃതി ചിത്രങ്ങൾ പ്രവാസ ജീവിതത്തിന്റെ സാധാരണ കഥ പറയുമ്പോഴും ചില വിങ്ങലുകൾ നമ്മിൽ ബാക്കി വയ്ക്കുന്നു. ഓഫീസിൽ കണക്ക് പുസ്തകങ്ങളിൽ നിന്ന് തല ഉയർത്തിയാൽ ഹുസൈൻ പാടും. അവനോട് എന്തിന് പാടണം എന്ന് ചോദിക്കൂ. എന്തിനെന്നോ? ആലാപനത്തിൽ പാകിസ്ഥാനും പഞ്ചാബും ഞാൻ വിസ്മരിക്കുന്നു. സർവോപരി പ്രവാസത്തിന്റെ ദുഃഖവും. പ്രവാസിയുടെ നാൾവഴികളിൽ ഹിന്ദുവോ മുസൽമാനോ ഇല്ല, പഞ്ചാബിയോ മലയാളിയോ കാശ്മീരിയോ ഇല്ല, രാജ്യത്തിന്റെ അതിർത്തികളുമില്ല. എല്ലാവരും തുല്യരാവുന്ന ഒരിടം. ജെയിംസ് എന്ന നന്മ മരത്തിന്റെ ചിത്രം നമ്മുടെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്യും. ഇവിടെ ഭാഷയ്ക്കുമുണ്ട് അനിതര സാധാരണമായ ഔന്നത്യം. നമ്മുടെ എല്ലാം വർത്തമാനകാല ജീവിതങ്ങളുടെ മേൽ ആദി പടർത്തുന്ന നൊമ്പരങ്ങളിൽ ഒന്നാണ് വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലുകൾ. അക്ഷരങ്ങൾ ഇല്ലാത്ത കത്തുകൾ അത്തരമൊരു നിസ്സഹായതയുടെ കഥയാണ്. ഗ്രിൽസിട്ട വരാന്തയിൽ ഈസി ചെയറിലിരിക്കുമ്പോൾ ഒരു തടവറയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് തോന്നി. പതുക്കെ എഴുന്നേറ്റ് ഇരുമ്പു കമ്പികളിൽ പിടിച്ചു പുറത്തേക്ക് ദൃഷ്ടികൾ അയച്ചു നിന്നു. വിജനമായ ചെമ്മൺപാതയിൽ പ്രഭാതം നൽകിയ വൃക്ഷങ്ങളുടെ കെട്ടുപിണഞ്ഞ നീണ്ട നിഴലുകൾ മരവിച്ചു കിടക്കുന്നു. വല്ലപ്പോഴും കരയുന്ന കാക്കിയുടെ ചിലമ്പിച്ച ശബ്ദം ഒന്നുമാത്രമാണ് പ്രകൃതി മരിച്ചിട്ടില്ലെന്ന് അറിയിക്കുന്നത്. ഇവിടേക്ക് പതിവ് തെറ്റാതെ ഓരോ ആഴ്ചയിലും പുറമേ നിന്നെത്തുന്ന ഒരേയൊരാൾ തപാൽ ശിപായി മാത്രം. ആണ്ടിലൊരിക്കൽ മക്കൾ കുടുംബസമേതം അവധിക്കാലം ചെലവിടാൻ എത്തുമ്പോൾ പോലും ഒച്ചയനക്കങ്ങൾ ഏറെ കുറവായിരിക്കും. നാടോടുമ്പോൾ നടുവയോടാൻ കഴിയാത്ത പഴമയുടെ ശാലീനത നിറഞ്ഞു നിൽക്കുന്ന ആ മനസ്സിൽ ആദ്യമായി ഒരാശ്വാസം തോന്നി. തന്നോട് വെറും കടലാസ് ബന്ധം മാത്രമുള്ളവർക്ക് ആവർത്തന വിരസത അനുഭവപ്പെട്ട് ഇത്തവണ തപാൽ ശിപായി കൊണ്ടുവന്നത് തന്റെ മേൽവിലാസത്തിൽ എഴുതിയ ശൂന്യമായ കടലാസായിരുന്നു. ഈ കടലാസു ബന്ധങ്ങളുടെ ഗഹനത അറിയാൻ ഉൾക്കൊള്ളാൻ തനിക്കാവതില്ലെന്ന് നെടുവീർപ്പിടുന്ന ആ പിതാവ്. ആ നെടുവീർപ്പുകൾ നമ്മെ നിരന്തരം കാർന്നു തിന്നുക തന്നെ ചെയ്യും. കുഞ്ഞാപ്പുമല്ലയുടെ നവഭാഷ്യങ്ങൾ തിരുത്തിയാൽ തിരുത്താൻ കഴിയാത്ത സമൂഹത്തിന്റെ നേർചിത്രമാണ്. ഒടുവിൽ കുഞ്ഞാപ്പുമല്ല പറഞ്ഞു തീർത്തു: ഭൂമിയിൽ മനുഷ്യന് മനുഷ്യന്റെ വിധി, ഭൂമിക്കടിയിൽ മനുഷ്യന് മണ്ണിന്റെ വിധി. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വർത്തമാനകാലത്തെ വരച്ചിടുക? രാമുണ്ണി മേനോന്റെ മരണവും ചില വെളിപാടുകളും നിയമക്കുരുക്കുകളിലും കടക്കടിയിലും പെട്ട് മരിക്കാതെ മരിച്ചു പോകുന്ന സാധാരണക്കാരന്റെ കഥയായി മാറുന്നു. ഞങ്ങൾ കടലിന്റെ അഗാധതയിലേക്ക് മരിച്ച രാമുണ്ണി മേനോനെ തേടി നീങ്ങി. വീണ്ടും കടൽ വെള്ളത്തിന് ശോണിമ വർദ്ധിച്ചുവോ? പിന്നീട് മറ്റാർക്കെങ്കിലും വെളിപാടുണ്ടായോ? എഴുത്തിന്റെ ശൈലിയും ഇതിലെ ബിംബകൽപ്പനകളും വായനയ്ക്കും ചിന്തയ്ക്കും പുതിയ വഴികൾ വെട്ടുകയാണിവിടെ. ഭ്രൂണഹത്യ കഴിഞ്ഞു. അവൾ ആശുപത്രി കിടക്കയിലാണ്. അവൻ പ്രവാചകനല്ല, സ്നേഹത്തിന്റെ മുഖം മൂടിയണിഞ്ഞ പിശാചാണെന്ന് തിരിച്ചറിവ് അപ്പോൾ അവൾക്കുണ്ടായി. നാം എത്ര മന്ത്രമോതിയിട്ടും, കുമ്പസാരക്കൂടുകൾ എത്ര വട്ടം പശ്ചാത്താപത്തിന്റെ വഴിയൊരുക്കിയിട്ടും ദിശാബോധം മറന്നുപോകുന്ന യുവതലമുറ. കപട പ്രണയത്തിന്റെ നേരെ പരിഹസിക്കുന്നുണ്ട് തിരിച്ചറിവുകൾ എന്ന ഈ കഥ. നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? സർവചരാചരങ്ങളുടെയും സൃഷ്ടാവേ, പുകപടലമായ ദൈവമേ, ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിനക്കറിയാൻ കഴിയില്ലേ? ദൈവത്തിന് കോപം വന്നു. ഇതുതന്നെ എല്ലാ അധികാരങ്ങളുടെയും പൊതു സ്വഭാവം. ചോദ്യങ്ങളൊന്നും അങ്ങോട്ട് വേണ്ട. ദൈവം ആജ്ഞാപിച്ചു: നീ എന്നെ ചോദ്യം ചെയ്യരുത്. കഥയും ജീവിതവും, നെയ്ച്ചോർ, ദൈവത്തിന്റെ ആഗമനം എന്നീ കഥകൾ
സമകാലീന ജീവിത നേർക്കാഴ്ചകൾക്ക് നേരെയുള്ള ഹാസ്യത്തിന്റെ കൂരമ്പുകൾ നിറഞ്ഞതാണ്. ഹലോ, നിങ്ങൾ നേരത്തെ വിളിച്ച താമരശ്ശേരിയല്ലേ? സിസ്റ്റർ ഡ്രസ്സിംഗ് റൂമിലാണ്. സിസ്റ്റർക്ക് കെട്ടിയൊരുങ്ങാൻ എത്ര മണിക്കൂർ വേണം? ഞാൻ രാവിലെ വിളിച്ചപ്പോഴും ഡ്രസ്സിംഗ്. ഹാസ്യത്തിന്റെ മേമ്പൊടി ആവോളം ഇവിടെയുണ്ടെങ്കിലും ആതുരാലയങ്ങളിലൂടെ വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന, ആരും അത്രയൊന്നും പരിഗണിക്കാത്ത ഭൂമിയിലെ മാലാഖമാരുടെ ഒന്നിനും തികയാതെ പോകുന്ന സമയ സൂചിക നമ്മെ നൊമ്പരപ്പെടുത്തും സൗമ്യ സിസ്റ്ററുടെ ഒരുക്കം എന്ന കഥയിൽ. സുഗന്ധമില്ലാത്ത സുഗന്ധദ്രവ്യങ്ങളുടെ ഓഫീസിനോട് വിട പറയേണ്ടി വരുമ്പോൾ നിർവികാരനായി നിൽക്കുന്ന നായകൻ യന്ത്രങ്ങളായി മാറേണ്ടി വരുന്ന തൊഴിലിടങ്ങളിൽ നിന്നും മോചനം കൊതിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതീകമായി പുനരവതരിക്കുന്നു സ്റ്റാർബക്സിലെ കോഫി ഹൗസിൽ. കഥയെഴുതുന്ന പെൺകുട്ടി എന്ന കഥയിലെ സൽമ പ്രണയ നൈരാശ്യത്തിലേക്കും വേദനകളിലേക്കും മുങ്ങിത്താഴുന്നുണ്ടെങ്കിലും എഴുത്ത് എന്ന മഹാവിസ്മയത്തിലൂടെ അതിജീവനത്തിന് കരുത്താർജിക്കുന്നു. വിവാഹേതര ബന്ധങ്ങളുടെ വാഴ്ത്തലുകളിൽ മതിമറക്കുന്ന നമ്മുടെ കാലത്തിൽ കഥയെഴുതുന്ന പെൺകുട്ടി തികച്ചും വ്യത്യസ്തയാവുന്നു. ഈ വ്യത്യസ്തതയാണ് ഈ കഥയുടെ ആത്മാവും. പൂർണ്ണമായി അല്ലെങ്കിലും മറഞ്ഞുകഴിഞ്ഞ കോവിഡ് കാലത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് കൊറോണ ബാധിച്ച പഴങ്ങൾ. അന്ന് നാം താണ്ടിയ ദുരിതപർവങ്ങൾക്കെല്ലാം ഈ കാലവും കടന്നുപോകും എന്നൊരാശ്വാസവാക്ക് കൂട്ടിനുണ്ടായിരുന്നു. എന്നാൽ ഇക്കാലത്ത് അത്തരം ചിന്ത പോലും അന്യമായിരിക്കുന്നു എന്നൊരു നേരെഴുത്ത് നാം കാണും. പ്രിന്റ് ഹൗസ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഈ പുസ്തകം കഥനമേറെ പേറുന്നില്ലെങ്കിലും കോറിയിടുന്നുണ്ട്, അവശേഷിപ്പിക്കുന്നുമുണ്ട് ചിലതൊക്കെ. വായനയെ മടുപ്പിന്റെ തടവറയിലേക്ക് ആനയിക്കാതെ ഒറ്റയിരിപ്പിൽ വായിച്ചു പോകാൻ തോന്നിപ്പിക്കുന്ന കഥാസംഭവങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഈ പുസ്തകം കൂടി മലയാളിയുടെ വായനാമേശകളിൽ ഇടം പിടിക്കും എന്നതിൽ സംശയമില്ല. മാതൃഭൂമി സ്റ്റഡി സർക്കിൾ സംസ്ഥാനതല ചെറുകഥാ പുരസ്കാരം, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡയറക്ടറേറ്റ് ചെറുകഥാ പുരസ്കാരം, മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ജില്ലാതല ചെറുകഥാ പുരസ്കാരം എന്നീ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഈ എഴുത്തുകാരന്റെ ചെറുകഥകൾ. ഇനിയുമേറെ വായിക്കപ്പെടട്ടെ, അംഗീകരിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ട എഴുത്തുകാര, നിറഞ്ഞ ആശംസകൾ, പ്രാർത്ഥനകൾ. നന്ദി. നമോവാകം.